ഹലോ എവ്രി വൺ, ഇറ്റ്സ് മീ അനാമിക. അപ്പോൾ ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല, നമ്മുടെ ഓണം വെക്കേഷനും പരിപാടികളും എല്ലാം കഴിഞ്ഞിട്ട് കോളേജും അതുപോലെ തന്നെ നമ്മുടെ സ്കൂളും കാര്യങ്ങളും എല്ലാം ഇന്ന് മൺഡേ തൊട്ടിട്ട് റീഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒരു 10 ദിവസത്തെ ഗ്യാപ്പിന് ശേഷം സ്കൂളിലും കോളേജിലൊക്കെ ആയിട്ട് പോയിട്ട് ഇന്നതാ ക്ലാസ്സും കാര്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്ത് ഫ്രണ്ട്സിനെയൊക്കെ പിന്നെയും കണ്ട് കുറച്ച് പേർക്ക് സന്തോഷവും പിന്നെ കുറച്ച് പേർക്ക് ഇനി പഠിക്കണമല്ലോ എന്നുള്ളത് ആലോചിച്ചിട്ടുള്ള സങ്കടമൊക്കെ ആയിട്ടിരിക്കുന്ന ഒരു അവസരമായിരിക്കും ഇപ്പോൾ. അപ്പോൾ എന്തായാലും ഇത്രയും ഗ്യാപ്പൊക്കെ എടുത്തിട്ട് നിൽക്കുന്നത് കൊണ്ട് തന്നെ ഇനി പഠിത്തത്തിലേക്കൊന്ന് എത്താനായിട്ട് നമുക്ക് ചെറിയൊരു സ്റ്റാർട്ടിങ് ട്രബിളും ഒരു മടിയും ഒക്കെ ഉണ്ടാവും. കാരണം ഇത്രയും ദിവസം വീട്ടിലിരുന്ന് സുഖിക്കുകയായിരുന്നല്ലോ, അതുകൊണ്ട്. അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ നമുക്ക് നമ്മുടെ കാര്യങ്ങളൊക്കെ നല്ല ചിട്ടയായിട്ട് ഒരു റൂട്ടീനിലൊക്കെ പോകാൻ വേണ്ടിയിട്ട് എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുള്ളൊരു കാര്യമാണ് പ്ലാനർ എന്നുള്ളത്. ഞാൻ എപ്പോഴും എൻ്റെ ഓരോരോ വീഡിയോസിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോണത് സെപ്റ്റംബർ മന്ത് പ്ലാനറാണ് കേട്ടോ. അപ്പോൾ സെപ്റ്റംബർ മാസം ഒന്ന് ചിട്ടയായി ഒന്ന് ഓർഗനൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു സംഭവം യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഓണം എന്തായാലും കഴിഞ്ഞ് പോയെങ്കിലും ഇതൊക്കെ ഞാൻ ഓണത്തിന് മുന്നേ എടുത്ത് വെച്ച വീഡിയോസൊക്കെയാണ്. പക്ഷേ എന്നാലും നമ്മുടെ സെപ്റ്റംബർ എന്ന് പറയുമ്പോൾ ഓണം എന്നുള്ളൊരു തീമാണല്ലോ. അതുകൊണ്ട് തന്നെ നമ്മുടെ തീം പേജ് ഒരു പൂക്കളം ഇട്ടങ്ങ് തുടങ്ങാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഒരു പൂക്കളമൊക്കെ വരച്ച് അതിനെ നല്ല കളർഫുള്ളായിട്ട് ഡിസൈൻ ചെയ്തതിന് ശേഷം മുകളിൽ സെപ്റ്റംബർ നിന്നും കൂടെ എഴുതി കൊടുത്ത് ഐശ്വര്യത്തിൻ്റെയും സമൃദ്ധിയുടെയും നല്ലൊരു മാസമാകട്ടെ എന്നുള്ളൊരു ടാഗ് ലൈനും കൂടെ കൊടുത്തിട്ടാണ് നമ്മൾ ഇത്തവണ നമ്മുടെ തീം പേജ് അങ്ങ് സെറ്റാക്കിയിരിക്കുന്നത്. അടുത്തതാണ് കലണ്ടർ പേജ്. കലണ്ടർ പേജ് ഒന്ന് വരച്ചിട്ട് ഡേറ്റ്സും ഡേയും ഒക്കെ ഒന്ന് പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ ഒരു മന്തിൽ വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, വല്ല അസൈൻമെൻറ്റ്സോ സെമിനാർസോ എന്തെങ്കിലും പരീക്ഷകളോ ക്ലാസ് ടെസ്റ്റൊക്കെ വരുന്നുണ്ടെങ്കിൽ അത് നമുക്ക് നോട്ട് ചെയ്ത് വെക്കാൻ പറ്റും. അടുത്തത് മെയിൻ ഇവൻറ്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരിതും റൂട്ടീൻ എഴുതാൻ വേണ്ടി ഈ ഒരു മാസത്തെ റൂട്ടീൻ എഴുതാനുള്ളൊരു ബോക്സും കൊടുത്തിട്ടുണ്ട്. ഇനി എക്സസൈസ് ട്രാക്കറും സ്റ്റഡി ട്രാക്കറുമാണ്. അതിനകത്ത് 30 കോളുണ്ട് കേട്ടോ. ഓരോ ദിവസവും നമ്മളത് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഓരോന്നിലും ടിക്കറ്റ് കൊടുക്കാനായിട്ട് മറക്കരുത്. ഒരു പുതിയ സാധനം ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് സ്ക്രീൻ ടൈം ട്രാക്കറാണ് കേട്ടോ. നമ്മളിപ്പോൾ കൂടുതലും ഫോണിൽ അഡിക്റ്റഡ് ആണ്. അപ്പോൾ ഓരോ ദിവസവും നമ്മൾ എത്ര അവർ യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഇതിനകത്തൊന്ന് എഴുതി ട്രാക്ക് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു മാസം കഴിയുമ്പോൾ നമ്മൾ എത്രത്തോളം ഫോൺ യൂസ് ചെയ്തു എന്നുള്ളത് നമുക്കൊരു ഐഡിയ കിട്ടും. പിന്നെ ഏറ്റവും ലാസ്റ്റ് ഈ മാസത്തെ പ്രൊഡക്ടിവിറ്റി സ്കോറും ഉണ്ട് കേട്ടോ. ഈ പ്ലാനർ ഐഡിയ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.